എല്ലാവർക്കും നമസ്കാരം. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പരീക്ഷണങ്ങളെ പരിചയപ്പെടുത്തിയ വീഡിയോയ്ക്ക് നല്ല അഭിപ്രായങ്ങളാണ് ലഭിച്ചത്. ഒത്തിരി പേര് ഇനി ഇതുപോലത്തെ പരീക്ഷണങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഈ 4 വിഷയങ്ങളിലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പരീക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം ഫിസിക്സ്. 2 ക്ലാസ്സുകളിൽ ഞാൻ ഓരോ ദ്രാവകം എടുത്തിട്ടുണ്ട്. ഇനി ഒരു മെഴുകുതിരി എടുത്തിട്ട് അതിൽ നിന്ന് 2 കഷ്ണം മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് നോക്കാം. കണ്ടോ, ഇതിൽ മെഴുകുതിരി പൊങ്ങി കിടക്കുന്നുണ്ട്, ഇതിൽ താന്നുപോയി. അതെന്താ അങ്ങനെ? ഈ ഗ്ലാസ്സുകളിൽ എന്താണുള്ളത്? ഈ പൊങ്ങി കിടക്കുന്ന ഗ്ലാസ്സിലുള്ളത് വെള്ളമാണ്, മറ്റേതിൽ ആൽക്കഹോൾ, നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ. വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ മെഴുക് അതിൽ പൊങ്ങിക്കിടക്കും. ആൽക്കഹോളിന് അതിലും സാന്ദ്രത കുറവാണ്, അതുകൊണ്ട് മെഴുക് അതിൽ മുങ്ങിപ്പോകും. സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി അനുസരിച്ചാണ് മുകളിൽ കിടക്കുകയോ താഴെ പോകുകയോ എന്ന് തീരുമാനിക്കുന്നത്. ഉപ്പിൻ്റെ സാന്നിധ്യം കൊണ്ട് സാന്ദ്രത കൂടിയ ചാവുകടലിൽ ആളുകൾ മുങ്ങിപ്പോവില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇനി ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഒരു രസകരമായ ഐറ്റം ഉണ്ടാക്കാം. ഇപ്പോൾ കണ്ടതുപോലെ പല പല ദ്രാവകങ്ങൾക്കും സാന്ദ്രത വ്യത്യാസമാണ്. 2 ദ്രാവകം ഒരുമിച്ച് ഒഴിച്ചാൽ സാന്ദ്രത കൂടിയ ദ്രാവകം താഴെയും കുറഞ്ഞത് മുകളിലും കിടക്കും. ഉദാഹരണത്തിന് എണ്ണ വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കില്ലേ? ഇതുപയോഗിച്ച് നമുക്കൊരു ഡെൻസിറ്റി കോളം ഉണ്ടാക്കാം. ആദ്യം തേൻ എടുത്തിട്ട് ഈ കുപ്പിയിലേക്ക് കുറച്ചൊഴിക്കാം. ഇനി ഇതിന് മുകളിൽ പാലൊഴിക്കാം. ഇത് മിക്സ് ആവാതെ മെല്ലെ ഒഴിക്കണം. ഡെൻസിറ്റി വ്യത്യാസമാണെങ്കിലും എല്ലാ ദ്രാവകങ്ങളും തമ്മിൽ കലരാത്തവയല്ല. ഇനി ഇതിന് മുകളിൽ ഡിഷ് സോപ്പ്. ഇനി അടുത്തത് വെള്ളം. ഞാനിവിടെ വെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് നീല കളർ ചേർത്തിട്ടുണ്ട്. ഇത് വെറും എഫക്റ്റിന് വേണ്ടിയിട്ടാണോ? അടുത്തത് ഓയിൽ. അടുത്ത ലെയർ ആൽക്കഹോൾ. ഈ ആൽക്കഹോളിൽ ഞാനൊരു എഫക്റ്റിന് കളർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മുമ്പത്തെ മെഴുക് കഷ്ണം ഇട്ട് നോക്കാം. അതിൻ്റെ സാന്ദ്രത അനുസരിച്ച് പോയി സെറ്റിലാവുന്നു. ഇനി നമുക്ക് ഈ ചെറിയ ടൊമാറ്റോ ഒന്ന് ഇട്ട് നോക്കാം. ഇതിങ്ങനെ മുകളിലും താഴെ അല്ലാതെ ഇടയ്ക്ക് നിൽക്കുന്നത് മാജിക് ആണെന്ന് തോന്നാം, പക്ഷേ ഫിസിക്സ് ആണല്ലേ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം കൂടി ചെയ്യാം. ഇതിനായി ഈ കപ്പിൽ കുറച്ച് കൊക്കോള എടുക്കാം. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ സാന്ദ്രത കുറവായതുകൊണ്ട് ഇതിൽ പൊങ്ങിക്കിടക്കും, ഇത് നമ്മൾ മിക്സ് ആവത്തില്ലല്ലോ. ഇനി ഇതിലേക്ക് ഒരു മെൻറ്റോസ് ഇട്ട് നോക്കാം. കൊക്കക്കോളയിൽ മെൻറ്റോസ് ഇട്ടാൽ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നൊക്കെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണല്ലോ. അതൊക്കെ അറിയാനും അതുകൊണ്ടുള്ള കൂടുതൽ പരീക്ഷണങ്ങൾ കാണാനും ആ വീഡിയോ കാണാത്തവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഈ കൊക്കക്കോളയിൽ നിന്നും കുമിളുകളുണ്ടായി ഏറ്റവും മുകളിലേക്ക് എത്തും. അതുവഴി കുറച്ച് കോളയും മുകളിലെത്തും. അങ്ങനെ കോള കുറച്ചാകുമ്പോൾ അത് സാന്ദ്രത കൂടിയത് കൊണ്ട് അത് താഴേക്ക് പോകും. എണ്ണയിൽ ഇത് മിക്സ് ആവത്തില്ലല്ലോ. ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ? ഇതിന് ലാവാ ലാമ്പ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം, കെമിസ്ട്രി. ഇന്ന് നമ്മളൊരു ഇൻഡിക്കേറ്ററാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു റെഡ് ക്യാബേജ് എടുക്കണം. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം. ഇതിനകത്തെ കളറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അത്. ഇത് ഒന്ന് അരച്ചിട്ട് ജ്യൂസ് ആക്കിയാലും മതി. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഈ ജ്യൂസിന് ഒരു പർപ്പിൾ കളറല്ലേ? നമ്മളിനി ഇത് വീട്ടിലെ പല സാധനങ്ങളിൽ ഒഴിച്ചാൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് നോക്കാം. ഞാനിവിടെ ഗ്ലാസ്സുകളിൽ 3 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തേതിൽ വിനെഗറാണ്. അതിലൊഴിച്ചാൽ കളർ മാറി ചുവപ്പാവുന്ന കാണാം. അടുത്തതിൽ വെള്ളമാണ്. ഇതിൽ കളർ വ്യത്യാസമൊന്നുമില്ല. അടുത്തതിൽ ബേക്കിംഗ് സോഡയാണ്. ഇതിലൊഴിച്ചാൽ കളർ മാറി പച്ചയാവുന്ന കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ കളർ മാറുന്നത്? ചുവന്ന ക്യാബേജിൽ ഫ്ലേവിൻ എന്ന കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. കെമിക്കൽ എന്ന് കേട്ട് ആരും പേടിക്കണ്ട. നമ്മളിൽ പലരും കെമിക്കൽ അല്ലെങ്കിൽ രാസപദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്തോ മോശ സാധനമാണെന്നും നാച്ചുറൽ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് കെമിക്കൽ എന്ന് കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് തെറ്റാണ്. എല്ലാ സാധനവും കെമിക്കൽസാണ്. ഇപ്പോൾ വെള്ളം തന്നെ ഡൈഹൈഡ്രോ മോണോക്സൈഡ് അല്ലെങ്കിൽ H2O എന്ന കെമിക്കലാണ്. കെമിക്കൽ അടങ്ങാത്ത ടൂത്ത് പേസ്റ്റ് എന്നൊക്കെ ചില കമ്പനികൾ പരസ്യം നൽകുന്നത് നമ്മുടെ ഈ അറിവില്ലായ്മയും ഭയത്തെയും മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. റെഡ് ക്യാബേജിലുള്ള ഫ്ലേവിൻ എന്ന കെമിക്കൽ ഒരു pH ഇൻഡിക്കേറ്ററാണ്. pH കുറവുള്ള പദാർത്ഥങ്ങളിൽ, അതായത് ആസിഡുകളിൽ അത് ചുവന്ന കളറാവും. pH കൂടിയ ബേസ് അഥവാ ക്ഷാരത്തിൽ അത് പച്ച കളറാവും. pH എന്നാൽ പവർ ഓഫ് ഹൈഡ്രജൻ. ഒരു വസ്തുവിൽ ഹൈഡ്രജൻ അയോണിൻ്റെ സാന്നിധ്യമാണ് അതിൻ്റെ pH തീരുമാനിക്കുന്നത്. 1 മുതൽ 14 വരെയാണ് pH സ്കെയിൽ. 7ന് താഴെ ഉള്ളതൊക്കെ ആസിഡ്സ്, 7ന് മുകളിലുള്ളത് ബേസസ്, 7 ന്യൂട്രൽ. തീവ്രത കൂടിയ ആസിഡ് എന്നാൽ pH കുറവും, തീവ്രത കൂടിയ ബേസ് എന്നാൽ pH കൂടുതലുമായിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള പദാർത്ഥങ്ങളൊക്കെ ഈ pH സ്കെയിൽ വെച്ച് ആസിഡ്, ബേസ്, ന്യൂട്രൽ എന്നിങ്ങനെ തിരിക്കാം. വിനെഗർ ഒരു ആസിഡാണ്, വെള്ളം ന്യൂട്രലാണ്, പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ബേസാണ്. ആസിഡിൽ അല്ലെങ്കിൽ ബേസിലുള്ള ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോൺസുമായി ഈ ഇൻഡിക്കേറ്റർ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കളർ മാറുന്നത്. ഇതുപയോഗിച്ച് വീട്ടിലെ മറ്റ് സാധനങ്ങളൊക്കെ pH ടെസ്റ്റ് ചെയ്യാം. ഇപ്പം നാരങ്ങ നീരോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആസിഡ് ആയിരിക്കും, സോപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ബേസ് ആയിരിക്കും. അതേപോലെ റെഡ് ക്യാബേജ് ജ്യൂസ് മാത്രമല്ല ഇങ്ങനെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മുന്തിരി ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ്, അതേപോലെ മഞ്ഞൾ ഒക്കെ ഉപയോഗിക്കാം. എല്ലാത്തിനും ഇതേപോലെ തന്നെ ആയിരിക്കില്ല കളർ വ്യത്യാസം വരുന്നത്. ഉദാഹരണത്തിന് മഞ്ഞൾ എടുക്കാം. ഇത് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. ഇത് മുമ്പത്തെ പോലെ ഈ ഗ്ലാസ്സുകളുള്ള സാധനത്തിൽ ഒഴിച്ചാൽ എന്ത് വരും നോക്കാം. ആദ്യം വിനെഗറിൽ വെള്ളം, പിന്നെ ബേക്കിംഗ് സോഡ. ഇപ്പോൾ കാണാം ഈ ബേക്കിംഗ് സോഡ വെച്ച ഗ്ലാസ്സിൽ മാത്രം ചെറിയ ചുവപ്പ് കളറായിട്ടുണ്ട്. മറ്റേത് രണ്ടിലും മാറ്റമൊന്നുമില്ല. അതായത് മഞ്ഞൾപ്പൊടി ബേസ് ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാനാവും. ആസിഡ് ബേസ് റിയാക്ഷൻ പഠിക്കാനും നമുക്കത് ഉപയോഗിക്കാം. ഇതിൽ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഈ ലായനിയിലേക്ക് നമുക്കിനി കുറച്ചായിട്ട് വിനെഗർ ഒഴിക്കാം. ആസിഡും ബേസും കൂടെ കൂടിയാൽ അത് റിയാക്ഷൻ നടന്ന് ന്യൂട്രലാവും. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ കാണാം ആവശ്യത്തിന് ആസിഡ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓറഞ്ച് കളർ മാറി പഴയ മഞ്ഞ കളറിൽ തന്നെയാവും. സോൾട്ട് അഥവാ ലവണവും വെള്ളവുമാണ് ഇതിൽ ആസിഡ് ബേസ് റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഏത് സോൾട്ടാണ് ഉണ്ടാവുന്നത് എന്നത് ഏത് ആസിഡ് ആൻഡ് ബേസ് ആണ് എടുത്തത് എന്നനുസരിച്ചിരിക്കും. നമ്മൾ കഴിക്കുന്ന ഉപ്പ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കണമെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർക്കണം. ഇതൊക്കെ കുറച്ച് ഡേഞ്ചറസ് കെമിക്കൽസ് ആയതുകൊണ്ട് നമുക്ക് വീട്ടിലൊന്നും ചെയ്യാവുന്ന ഒരു റിയാക്ഷൻ അല്ല ഇത്. പക്ഷേ ഡേഞ്ചറസ് ആയ 2 കെമിക്കൽസ് ചേർത്താൽ നമുക്ക് കഴിക്കാവുന്ന ഉപ്പും വെള്ളവും ഉണ്ടാവുന്നു എന്നത് അതിശയകരമായ ഒരു കാര്യമല്ലേ? അതാണ് കെമിസ്ട്രിയുടെ മാജിക്. അടുത്ത വിഷയം ബയോളജി. കഴിഞ്ഞ തവണ നമ്മൾ സ്വന്തം DNA എക്സ്ട്രാക്ട് ചെയ്ത് കണ്ടു. ഇന്ന് ബാക്ടീരിയ വളർത്താൻ പോവുകയാണ്. ബാക്ടീരിയ വൈറസിനെയൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കാറില്ലേ? ഇന്ന് നമുക്ക് അത് വളർത്തി കാണിച്ചു കൊടുക്കാം. നമുക്ക് വളരാൻ പോഷകാഹാരം വേണ്ടതുപോലെ ബാക്ടീരിയ വളർത്താൻ ആവശ്യമായ പോഷകങ്ങളൊക്കെ അടങ്ങിയ ഒരു കൾച്ചർ മീഡിയം ഉണ്ടാക്കണം ആദ്യം. അതിനായി ഒരു പാത്രത്തിൽ ആദ്യം കുറച്ച് ഉപ്പ്, ഈ സാധനങ്ങളുടെയൊക്കെ കൃത്യം എമൗണ്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന അളവനുസരിച്ച് അത് ആവശ്യത്തിന് എടുക്കാം. ഇനി പഞ്ചസാര, ഗ്ലൂക്കോസ് കിട്ടാൻ. ഇനി ഈസ്റ്റ്, ഇത് അമിനോ ആസിഡ്സ് ഒക്കെ കിട്ടാനാണ്. ഇനി പാല്, ഇതും പ്രോട്ടീൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അഗർ, ഇത് ഈ മീഡിയം സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ബേക്കിംഗ് സാധനങ്ങളൊക്കെ കിട്ടുന്നിടത്തോ മേടിക്കാൻ കിട്ടും. ഇനി ഇതിൽ അളവിനനുസരിച്ച് വെള്ളം ഒഴിക്കണം. ഞാൻ ഈ കുപ്പി വെള്ളമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല വെള്ളം വീട്ടിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ടാപ്പിലെ വെള്ളം എടുക്കരുത് കേട്ടോ, അതിൽ ബാക്ടീരിയ കൊല്ലാനുള്ള ക്ലോറിനൊക്കെ ഉണ്ടാവും. ഇനി മുതലുള്ള സ്റ്റെപ്സിൽ ഏറ്റവും പ്രധാനം കണ്ടാമിനേഷൻ ഒഴിവാക്കലാണ്. ബാക്ടീരിയ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ, നമ്മുടെ ശരീരത്തിൽ, ഈ ടേബിളിൽ എന്ന് വേണ്ട എല്ലായിടത്തും ഒരുപാട് ബാക്ടീരിയ ഉണ്ട്. ഒരുപാട് ബാക്ടീരിയ നമുക്ക് ആവശ്യമുള്ളതുമാണ്, ചിലത് രോഗം ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമ്മൾ തിളപ്പിക്കുകയാണ് വേണ്ടത്. ഇത് സെറ്റാകാനും പിന്നെ അണുവിമുക്തമാക്കാനുമാണ് തിളപ്പിക്കുന്നത്. തിളപ്പിച്ചാൽ ഇതിലുള്ള മിക്ക ബാക്ടീരിയയും നശിക്കും. എന്നാൽ ഇത് പൂർണ്ണമായി അണുവിമുക്തമാക്കണമെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഇതൊന്ന് കവർ ചെയ്യണം. ഗ്ലാസിൻ്റെ ജാറൊക്കെ ആണെങ്കിൽ അത് എടുത്തിട്ട് അടച്ചാൽ മതി. എന്നിട്ട് ഒരു പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഈ ഫ്ലാസ്ക് വെച്ച് അടച്ചിട്ട് 2-3 വിസിലടിപ്പിക്കണം. അത് കഴിഞ്ഞ് തീ വളരെ കുറച്ച് ഒരു 20 മിനിറ്റ് വെക്കണം. എന്നിട്ട് ഗ്യാസ് കളഞ്ഞ് ഫ്ലാസ്ക് സൂക്ഷിച്ച് പുറത്തെടുത്ത് തണുക്കാൻ വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് എല്ലാം കൂടി ഒരു പാനിൽ വെച്ച് തിളപ്പിച്ചെടുത്താലും മതി. ഇനി ഇത് ചൂട് കുറഞ്ഞ് ചെറു ചൂടാകുമ്പോൾ തുറക്കാം. ഫുള്ള് തണുത്താൽ ഇതിരുന്ന് ഉറഞ്ഞു പോകും. ചെറു ചൂടോടെ തന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. ഇനി ബാക്ടീരിയ വളർത്താനായിട്ട് ഒരു പാത്രം എടുക്കാം. ഞാൻ ഈ പെട്രി ഡിഷാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നന്നായി ആൽക്കഹോൾ തേച്ച് അണുവിമുക്തമാക്കണം. ആൽക്കഹോൾ തേച്ചതിന് ശേഷം നന്നായി ഉണങ്ങാനും സമയം എടുക്കണം. ആൽക്കഹോളിൻ്റെ അംശം ഇതിലിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന ബാക്ടീരിയ നശിച്ചു പോകും. ഇനി നമുക്ക് ഈ ലായനി ഇതിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി ഇത് സെറ്റ് ആവാനായിട്ട് സമയം കൊടുക്കണം. ചൂടാറുമ്പോഴേക്ക് ഇത് സെറ്റായി സോളിഡ് ആവും. ഇത് സെറ്റായി കഴിയുമ്പം ഒരു ക്ലീൻ കോട്ടൺ ടിപ്പ് എടുത്തിട്ട് ബാക്ടീരിയ ശേഖരിക്കാം. ഞാൻ എൻ്റെ വായിലെ ബാക്ടീരിയയാണ് എടുക്കാൻ പോകുന്നത്.
എന്നിട്ട് ഈ മീഡിയത്തിൽ ഇസഡ് അക്ഷരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ തൂത്ത് കൊടുക്കണം. അങ്ങനെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് ഷെൽഫിലോ മറ്റോ എടുത്ത് വെക്കുക. എയർ ടൈറ്റ് ആക്കി ഇത് അടക്കരുത് കേട്ടോ. ഇനി 1-2 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ഇതിൽ ബാക്ടീരിയ വളർന്നതായിട്ട് കാണാം. ഞാൻ 2 ദിവസം മുമ്പ് എടുത്ത് വെച്ച പ്ലേറ്റ്സ് ഇപ്പോൾ കാണിക്കാം. ഇതിൽ കണ്ടോ, നമ്മൾ വരച്ചെടുത്ത് വെള്ള പൊട്ടുകൾ പോലെ ഉണ്ടായി വന്നിട്ടുണ്ട്. അത് ബാക്ടീരിയൽ കോളനിയാണ്. ഒന്നും ചെയ്യാതെ വെച്ച ഈ കൺട്രോൾ പ്ലേറ്റിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ലാബുകളിലൊക്കെ ബാക്ടീരിയയിൽ പഠനം നടത്താൻ വേണ്ടിയിട്ട് അതിനെ വളർത്തുന്നത് ഇതിനോട് സമാനമായ പ്രോസസ് ഉപയോഗിച്ചാണ്. കണ്ടാമിനേഷൻ ഒഴിവാക്കുകയാണ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. വൃത്തിയായ പാത്രങ്ങൾ എടുക്കണം. ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസ് അല്ലെങ്കിൽ മാസ്ക് ഒക്കെ ഇടാം. പിന്നെ ഞാനിത് പാരഫിൻ ഫിലിം വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് കണ്ടാമിനേഷൻ ഉണ്ടാവാതിരിക്കാനും ഇതിൻ്റെ ഈർപ്പം നിലനിൽക്കാനും ഒക്കെ സഹായിക്കും. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഇതിലൂടെ പാസ് ചെയ്യാനും സാധിക്കും. ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഫോണിലും ഡോർ നോബിലും ടോയ്ലറ്റ് സീറ്റിലും ഒക്കെ എത്ര ബാക്ടീരിയ ഉണ്ടെന്ന് ഇങ്ങനെ വളർത്തി നോക്കാം. ഞാൻ കൈ കഴുകാതെയും 20 സെക്കൻഡ് കൈ കഴുകി കഴിഞ്ഞിട്ടും ഈ പ്ലേറ്റിൽ തൊട്ടിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് രണ്ടും. ഇതിൽ ഈ കൈ കഴുകാത്തപ്പോൾ കണ്ടോ, ഇതിൽ ഒരുപാട് ബാക്ടീരിയ വളർന്നിട്ടുണ്ട്. കൃത്യമായി കഴുകി കഴിഞ്ഞപ്പം ഇതിനകത്ത് വളരെ കുറച്ച് സ്പോട്ട്സ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുക. കൊറോണ ഉള്ളപ്പോൾ മാത്രമല്ല, എപ്പോഴും ആഹാരത്തിന് മുമ്പും ടോയ്ലറ്റിൽ പോയതിന് ശേഷവും ഒക്കെ കൈകൾ വൃത്തിയായി കഴുകേണ്ട ആവശ്യം ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോഴിനി അടുത്ത വിഷയത്തിലേക്ക് പോകാം, മാത്സ്. ഇന്ന് നമ്മൾ മുറ്റത്ത് നിൽക്കുന്ന മരത്തിൻ്റെ ഉയരം എങ്ങനെ കണക്കാക്കുമെന്ന് നോക്കാം. നമ്മൾ ടേപ്പ് പിടിച്ചിട്ട് അളക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ വലിയ വലിയ ഉയരങ്ങളുള്ള കെട്ടിടമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനായി നമുക്കൊരു ഉപകരണം ഉണ്ടാക്കണം. അതിനായിട്ട് ആദ്യം ഒരു സ്ട്രോ എടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു നൂല് കെട്ടാം. ഇനി ഇതിൻ്റെ മറ്റേ അറ്റത്ത് കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും സാധനം തൂക്കിയിടണം. ഇനി ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ട് അതിൻ്റെ ഈ 0 ലൈൻ ഉണ്ടല്ലോ, അതിൽ ഈ സ്ട്രോ ഒട്ടിച്ച് വെക്കണം. ചരട് ഇതിൻ്റെ കൃത്യം സെൻറ്ററിൽ വരുന്ന പോലെ ആയിരിക്കണം. ഈ ചരട് ഫ്രീ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയണം കേട്ടോ, അത് ഒട്ടിച്ച് വെക്കരുത്. ഇനി ഇതുപയോഗിച്ച് മരത്തിൻ്റെ പൊക്കം നോക്കാനായിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. ഇനി ഇതുപയോഗിച്ച് ഈ മരത്തിൻ്റെ പൊക്കം നോക്കാനായിട്ട് ഈ സ്ട്രോയുടെ തുളയിലൂടെ മരത്തിൻ്റെ തുഞ്ചത്ത് നോക്കണം. അതിൻ്റെ അറ്റം കാണുമ്പോൾ ഈ പ്രൊട്രാക്ടറിൽ ഈ ചരട് ഏത് ആംഗിളിലാണ് ഉള്ളത് എന്നുള്ള റീഡിങ് നോക്കണം. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇത് നേരെ ആയിരിക്കുമ്പം ഇത് ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പം നമ്മൾ മെഷർ ചെയ്യുന്നതിൻ്റെ അകത്ത് നിന്ന് 90 ഡിഗ്രി കുറയ്ക്കേണ്ടതുണ്ട്. ഇനി ഈ മരത്തിൻ്റെ തുഞ്ചത്ത് നോക്കാം. ഇപ്പോൾ ഇതിലെ ആംഗിൾ ഏകദേശം 130 ഡിഗ്രി ഉണ്ട്. ഇനി നമുക്ക് ഈ മരമായിട്ടുള്ള ദൂരം ഒന്ന് അളക്കണം. അപ്പോൾ ഏകദേശം 13 മീറ്റർ ഉണ്ട്. ഇനി മരത്തിൻ്റെ ഉയരം കണ്ടെത്താൻ ഈ ദൂരത്തോട് ആംഗിളിൻ്റെ ടാൻജൻറ്റ് ഗുണിച്ചാൽ മതി. ഇത് മനസ്സിലാക്കാനായിട്ട് ഈ ചിത്രം ഒന്ന് നോക്കാം. ഇതിൽ കാണുന്നത് പോലെ ഈ ത്രികോണത്തിലെ ആംഗിളാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. മരത്തിൻ്റെ ഉയരം കണ്ടെത്താൻ ഈ ആംഗിളിൻ്റെ ടാൻ എടുത്ത് മരത്തിലേക്കുള്ള ദൂരവുമായി ഗുണിക്കണം. പിന്നെ ഇതിനോടൊപ്പം നമ്മുടെ ഉയരം കൂടെ കൂട്ടിയാൽ മരത്തിൻ്റെ ഉയരം കൃത്യമായി കിട്ടും. നമ്മൾ ഇതിൽ വെച്ച് നോക്കിയപ്പോൾ കിട്ടിയ ആംഗിൾ 130 ആയിരുന്നു. അപ്പോൾ അതിന് 90 കുറച്ചാൽ 40. 40ൻ്റെ ടാൻ എടുത്താൽ 0.84. ഇത് നിങ്ങളുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലൊക്കെ ഉണ്ടാവും. കാൽക്കുലേറ്റർ ഡിഗ്രിയിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിനോട് മരത്തിലേക്കുള്ള ദൂരം 13 മീറ്റർ ഗുണിച്ചാൽ 10.9 എന്ന് കിട്ടും. അതിനോട് എൻ്റെ ഹൈറ്റ് ഏകദേശം 1.5 മീറ്ററോട് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 12.5 മീറ്ററാണ് മരത്തിൻ്റെ ഉയരം എന്ന് കിട്ടും. ഇൻക്ലൈനോമീറ്റർ എന്നാണ് നമ്മൾ ഉണ്ടാക്കിയ ഈ ഉപകരണത്തിൻ്റെ പേര്. ലാൻഡ് സർവേ ഒക്കെ ചെയ്യുമ്പോൾ ഒരു കുഴലിലൂടെ നോക്കുന്നത് കാണാറില്ലേ? ഇതിനോട് സമാനമായ ഒരു ഉപകരണം തന്നെയാണത്. സ്കൂളിൽ പഠിച്ച സൈനും കോസും ടാണും ഒക്കെ ഒരു ഉപകാരമില്ലാത്തതല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? നമ്മുടെ അളവ് ശരിയാണമെന്ന് നമുക്ക് പൊക്കം അറിയാവുന്ന എന്തെങ്കിലും ഒന്ന് അളന്ന് വേണമെങ്കിൽ ഉറപ്പ് വരുത്താവുന്നതാണ്. ഉദാഹരണത്തിന് വീട്ടിലെ ഡോറിൻ്റെ ഹൈറ്റോ അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ പരീക്ഷണങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട്സ് കിട്ടിയാൽ ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ അയച്ചു തരിക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ കണ്ടു നോക്കാം. മിക്കതിലും നമ്മൾ പരീക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോ പരീക്ഷണങ്ങൾ ശാസ്ത്രമൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻസായി എഴുതുകയും ചെയ്യുമല്ലോ. അപ്പോൾ മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോ കാണും വരെയും ഗുഡ് ബൈ.